ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് തയ്യാറാക്കിയിട്ടുള്ളത് ചോക്ലേറ്റിൻ്റെ കേക്കും അതുപോലെ വാനില കേക്കും പാടെ മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പഞ്ചസാര പൊടിച്ചതുണ്ടെങ്കിൽ 1 കപ്പോളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മളെ ബാറ്ററിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളെ ബാറ്റർ നല്ല ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. പാല് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഈ ബാറ്ററിൽ നിന്ന് പകുതി ഭാഗം വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1-2 ടീസ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി 6 ഇഞ്ചിൻ്റെ ഒരു ടിന്നിലാണ് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വാനില സ്പോഞ്ചിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അതും എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റിൻ്റെ മിക്സ് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 25 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ 25 മിനിറ്റിന് ശേഷം നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 മണി ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.